ആർഎം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 12ലെ ചാപ്റ്റർ 3 മെട്രിക്സസ് ആണ്. അതായത് മെട്രിക്സസിലെ എക്സസൈസ് 3.2ലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസിയായി ചെയ്യാം എന്നുള്ളതാണ്. അത് ചെയ്യാൻ നിങ്ങൾക്കറിയണമെങ്കിൽ മെട്രിക്സ് അഡിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മെട്രിക്സ് സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 3 ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let A equal to 2, 4, 3, 2, B equal to 1, 3, minus 2, 5, C equal to minus 2, 5, 3, 4. ഇങ്ങനെ 3 മെട്രിക്സസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് A പ്ലസ് ബി കാണാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ A മൈനസ് ബി കാണാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3A മൈനസ് സി കാണാൻ പറയുന്നുണ്ട്. എ ബി കാണാൻ പറയുന്നുണ്ട്. പി എ കാണാൻ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറയുന്നത്. എ പ്ലസ് ബി എങ്ങനെയാണ് ചെയ്യുക? അതായത് കറസ്പോണ്ടിങ് എലമെൻസിനെ ആഡ് ചെയ്തിട്ടാണ് എ പ്ലസ് ബി കാണുക. എന്താണ് ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? സെയിം പൊസിഷനിലുള്ള എലമെൻസിനെയാണ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതാണ് മെട്രിക്സ് എ, ഇത് മെട്രിക്സ് ബി ആണ്. മെട്രിക്സ് എയിലുള്ള 2ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 1. 4ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 3. 3ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? -2. 2ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 5. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 + 1, 4 + 3, 3 + -2, 2 + 5. ഈ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം 2 + 1 എന്താണ്? 3, 4 + 3 എന്താണ്? 7, 2 + -2 എന്താണ്? 1, 2 + 5 എന്താണ്? 7. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ആൻസർ കിട്ടുക. അപ്പോൾ എന്താ, എ പ്ലസ് ബി കാണാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എ മൈനസ് ബി എങ്ങനെയാണ് കാണാൻ നോക്കാം. സബ്സ്ട്രാക്ട് ചെയ്യുക കറസ്പോണ്ടിങ് എലമെൻസിനെ. അങ്ങനെ പറഞ്ഞാൽ എന്താ? സെയിം പൊസിഷനിലുള്ള എലമെൻസിനെ സബ്സ്ട്രാക്ട് ചെയ്യുക. മെട്രിക്സ് എ ആണ് 2, 4, 3, 2. മെട്രിക്സ് ബി എന്താണ്? 1, 3, -2, 5. 2ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് ആണ് 1. 4ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് ആണ് 3. 3ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് -2. 2ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 5. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ആൻസർ കിട്ടും. 2ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 1 ആയതുകൊണ്ട് 2 - 1. 4ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 3 ആയതുകൊണ്ട് 4 - 3. 3 - 2, 2 - 5. അപ്പം നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. അതായത് 2 - 1 എന്താണ്? 1. 4 - 3 എന്താണ്? 1. 3 - -2 എന്താണ്? 5. 2 - 5 എന്താണ്? -3. 3A - C എങ്ങനെയാണ് ചെയ്യുക? അതായത് നിങ്ങൾ മെട്രിക്സ് എനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ? അതിൽ നിന്ന് മെട്രിക്സ് സി സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എൻ്റെ പ്ലേസിൽ മെട്രിക്സ് എൻ്റെ വാല്യൂസ് കൊടുക്കുക. സീൻ്റെ പ്ലേസിൽ മെട്രിക്സ് സീൻ്റെ നമ്പേഴ്സ് കൊടുക്കുക. അപ്പോൾ 3 × മെട്രിക്സ് എ ആണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. 3ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? ഫസ്റ്റ് 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എന്താണ്? 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ രീതിയിൽ കിട്ടും. അതായത് 3 × 2, 3 × 4, 3 × 3, 3 × 2. നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടുക? 6, 12, 9, 6. ഇതാണ് 3A. ഇനി മെട്രിക്സ് സി ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 3A കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഇതിൽ നിന്ന് മെട്രിക്സ് സി സബ്സ്ട്രാക്ട് ചെയ്യുക.
അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? 6ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? -2 ആണ്. 12ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 5 ആണ്. 9ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് 3 ആണ്. 6ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ് നമുക്ക് വരുന്നത്? 8, 7, 6, 2 എന്നുള്ള ആൻസർ കിട്ടും. ഈസി അല്ലേ? ഇനി അടുത്ത നമുക്ക് എങ്ങനെയാണ് AB ചെയ്യാന്ന് നോക്കാം. എങ്ങനെയാ കാണുക? അതായത് മെട്രിക്സ് എന്റെ 2 കോളംസും മെട്രിക്സ് ബിന്റെ 2 റോസും ഈക്വൽ ആണ്. അപ്പം നമുക്ക് എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇത് നമ്പർ ഓഫ് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയാൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പം എങ്ങനെയാണ് വരിക? 2 × 1 പ്ലസ് 4 × -2 പിന്നെ എന്താണ് 2 × 3 പ്ലസ് 4 × 5 3 × 1 പ്ലസ് 2 × -2 3 × 3 പ്ലസ് 3 × 2 × 5. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടുക? -6, 26, -1, 19. ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇതേപോലെ തന്നെ BA നിങ്ങൾക്ക് ചെയ്തുകൂടെ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ബി എ എങ്ങനെയാണ് നമ്മൾ കാണുക? അതായത് ഇവിടെ എന്താണ് മെട്രിക്സ് എക്ക് എന്താണ് 2 കോളംസാണ് ഉള്ളത്. അതുപോലെ എന്താണ് മെട്രിക്സ് ബിക്ക് എന്താണ് 2 റോസാണുള്ളത്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ബി ഇതാണ്, അതുപോലെ തന്നെ എ ഇതാണ്. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എങ്ങനെയാണ്? ഫസ്റ്റ് റോ അതുപോലെ തന്നെ സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളത്തിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് 1 × 2 പ്ലസ് 3 × 3 1 × 4 പ്ലസ് 3 × 2 അതുപോലെ തന്നെ എന്താ -2 × 2 പ്ലസ് 5 × 3 -2 × 4 പ്ലസ് 5 × 2. നമുക്ക് ഈ രീതിയിൽ ആൻസർ കിട്ടും. 11, 10, 11, 1 ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന് 4 സബ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ? അതായത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് എന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഏതാണ്? എ. അപ്പോൾ എന്താ A + A എന്ന് കൊടുക്കും. ബിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? ബി. അപ്പം B + B. -Bന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? ബി. അപ്പം -B + B. എന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണ്? A + A. അപ്പോൾ എയും പ്ലസ് ചെയ്താൽ എന്താ 2A കിട്ടും. ബിയും പ്ലസ് ചെയ്താൽ നമുക്ക് 2B കിട്ടും. -B + B എന്താണ്? 0. A + A എന്താണ്? 2A ആണ്. നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് അഡിഷൻ നടത്തുക? മെട്രിക്സ് അഡിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് ആൻസർ കിട്ടുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്? അതായത് A² + B² കറസ്പോണ്ടിങ് എലമെൻ്റാണ് 2AB വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? A² + B² + 2AB എന്ന് എഴുതിക്കൂടെ? അതുപോലെ എന്താ B² + C² കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 2BC അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? B² + C² 2BC എന്ന് എഴുതിക്കൂടെ? അതുപോലെ A² + B² കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? -2AB അല്ലേ? അപ്പോൾ ഇവിടെ എന്താ മെട്രിക്സ് അഡിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് നെഗറ്റീവാണ് വരുന്നത്. -2AB ആയതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. അതായത് A² + B² -2AB ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ എന്താണ് A² + C² കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ് വരിക? -2AC അല്ലേ വരിക?
അപ്പോൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac എന്ന് കിട്ടൂലേ? നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? അതുപോലെ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? 2bc എന്ന് പറഞ്ഞാൽ എന്താ? ബി പ്ലസ് സി ഹോൾ സ്ക്വയർ അല്ലേ? അതുപോലെ ഇതെന്താണ്? എ മൈനസ് സി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും അല്ലേ? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്. ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? മെട്രിക്സ് അഡിഷൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഈ രീതിയിലാണോ നിങ്ങൾക്ക് ആൻസർ ഇട്ടിരിക്കുന്നത്? ഈ രീതിയിൽ ആൻസർ ഇട്ടിട്ടുള്ളത്? അതായത് നമുക്കറിയാം 1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1 + 12. 4ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 7. അപ്പോൾ എന്താ? 4 + 7. -6ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 6. അപ്പോൾ -6 + 6. അതുപോലെ തന്നെ 8ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 8. അപ്പോൾ എന്താണ്? 8 + 8. 5ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 0. 5 + 0. 16ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 5. 5 + 16. 2ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 3. 2 + 3. 8ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 2. 8 + 2. 5ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? 4. 5 + 4. ഈ രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ എന്താ? സിമ്പിൾ അഡിഷൻ. നമുക്കറിയാം -1 + 12 എന്താണ്? 11. 4 + 7 എന്താണ്? 11. -6 + 6 എന്താണ്? 0. 8 + 8 എന്താണ്? 18. 5 + 0 എന്താണ്? 5. 16 + 5 എന്താണ്? 21. 2 + 3 എന്താണ്? 5. 8 + 3 എന്താണ്? 8 + 2 എന്താണ്? 10. 5 + 4 എന്താണ്? 9. സിമ്പിൾ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിലെ 4th പാർട്ട് നോക്കാം. ഈ രീതിയിലാണ് ഇതിന് ആൻസർ കിട്ടുക. അതായത് cos²x കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്? sin²x. അപ്പോൾ എന്ത് കിട്ടും? cos²x പ്ലസ് sin²x. sin²x പ്ലസ് cos²x. അടുത്ത എലമെൻ്റ് എന്തായിരിക്കും? sin²x പ്ലസ് cos²x. cos²x പ്ലസ് sin²x. ഈ രീതിയിൽ കിട്ടും. നമുക്കറിയാം cos²x പ്ലസ് sin²x എന്താണ്? 1. ഇത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്താണ്? ഇതെല്ലാം 1 ആണ്. നമുക്ക് ആൻസർ കിട്ടുക. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ടോട്ടൽ എന്താണ്? 6 ക്വസ്റ്റ്യൻസ്, സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് ഈ രീതിയിലാണ് ആൻസർ കിട്ടുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് നോക്കാം. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോവും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളവും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇത് വരിക? നമുക്ക് A × A പ്ലസ് B × B, അതുപോലെ തന്നെ എന്താ? A × -B പ്ലസ് B × A, അതുപോലെ എന്താണ്? -B × A പ്ലസ് A × B, -B × B പ്ലസ് A × A. അപ്പോൾ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? A² പ്ലസ് B², അതുപോലെ തന്നെ എന്താ? -AB പ്ലസ് AB, അതുപോലെ എന്താണ്? -AB പ്ലസ് AB പ്ലസ് B² പ്ലസ് A² എന്ന് വരും. അപ്പോൾ എന്താണ്? -AB പ്ലസ് AB എന്താണ്? 0 ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A² പ്ലസ് B² 0 0 A² പ്ലസ് B² എന്ന് വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്? 2 to 6 നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ നമുക്ക്. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് മെട്രിക്സ് അഡിഷനും മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും എല്ലാം അറിയുകയാണെങ്കിൽ നിങ്ങൾക്കിത് സ്വയം ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
മെട്രിക്സ് എയും മെട്രിക്സ് ബിയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മെട്രിക്സ് സിയും. ഇതിൽ നിന്ന് എ പ്ലസ് ബി കാണാൻ പറയുന്നുണ്ട്, ബി മൈനസ് സി കാണാൻ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം വെരിഫൈ ചെയ്യാനും പറയുന്നുണ്ട്. എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യാനും പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ എ പ്ലസ് ബി ചെയ്യുക, എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബി മൈനസ് സി ചെയ്യുക. അതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടത്, ഈ കിട്ടിയ ബി മൈനസ് ബി ഇല്ലേ, അത് മെട്രിക്സ് എ ആയിട്ട് പ്ലസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ. അതുപോലെ തന്നെ എ പ്ലസ് ബി നിങ്ങൾ കണ്ടില്ലേ, ആ എ പ്ലസ് ബി നിന്ന് സി മൈനസ് ചെയ്താൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടൂലേ. അത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. എ പ്ലസ് ബി എങ്ങനെയാണ് കാണുക, അതായത് 1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്താണ്, 3 ആണ്. അപ്പോൾ 1 + 3, 2 + -1, -3 + 2. അടുത്ത എലമെൻ്റ് എന്താ വരിക, 5 + 4. ഇവിടെയുള്ള എലമെൻ്റ് എന്തായിരിക്കും, 0 + 2, 2 + 5, 1 + 2, -1 + 0, 1 + 3. അപ്പോൾ എ ബി നമുക്ക് കിട്ടും. നമുക്ക് എ പ്ലസ് ബി, അതായത് നമുക്ക് എ പ്ലസ് ബി കിട്ടിയില്ലേ. അതുപോലെ ബി മൈനസ് സി എങ്ങനെയാണ് ചെയ്യുക, 3 - 4, -1 - 1, 2 - 2, 4 - 0, 2 - 3, 5 - 2, 2 - 1, 0 - -2, 3 - 3. അപ്പോൾ നമുക്കറിയാം 3 - 4 എന്താണ്, -1, -1 - 1 എന്താണ്, -2, 2 - 2 എന്താണ്, 0, 4 - 0, 4, 2 - 3, -1, 5 - 2, 3, 2 - 1, 1, 0 - 2 എന്താണ്, 2, 3 - 3 എന്താണ്, 0. അപ്പോൾ നമുക്ക് എ പ്ലസ് ബിയും കണ്ട് എ മൈനസ് ബിയും കണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഈ എ പ്ലസ് ബിന്ന് സി മൈനസ് ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്ത് നോക്കിയോ? നിങ്ങൾക്ക് ഈ രീതിയിലാണോ ആൻസർ കിട്ടുന്നത്? അതായത് നമ്മൾ എന്ത് ചെയ്തു, എൻ്റെത് വാല്യൂസ് ഇവിടെ എഴുതി, അതുപോലെ തന്നെ എന്താണ് ബി മൈനസ് സിയുടെ വാല്യൂസും ഇവിടെ എഴുതിയപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ആൻസർ കിട്ടുന്നത്. അതായത് 1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റാണ് -1 എന്ന് പറയുന്നത്, 2ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്, -3ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റാണ് 0 എന്ന് പറയുന്നത്, 5ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 4, 0ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് -1, 2ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 3, 1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 1, -1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 2, 1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 0. അപ്പോൾ എന്താ, 1 + -1 = 0, 2 + -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, -3 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3, 5 + 4, 9, 0 + -1, -1, 2 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, -1 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 1 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അടുത്തത് നമുക്ക് എന്താ, എ പ്ലസ് ബി മൈനസ് സി, അതായത് നമ്മൾ എ പ്ലസ് ബീൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു, അതുപോലെ തന്നെ സീൻ്റെ വാല്യൂ നമ്മൾ അവിടെയും കൊടുത്തു. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 4ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 4, 1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 1, -1ൻ്റെ 2, 9ൻ്റെ 0, 2ൻ്റെത് 3, 7ൻ്റെ 2, 3ൻ്റെ 1, -1ൻ്റെ -2, 4ൻ്റെത് 3. അപ്പോൾ 4 - 4 എന്താണ്, 0 കിട്ടുന്നത്. 1 - 1 എന്ന് പറഞ്ഞാൽ 0, -1 - 2 എന്ന് പറഞ്ഞാൽ -3, 9 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, 2 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1, 7 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 3 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2, -1 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആണ് കിട്ടുന്നത്. 4 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്, എ പ്ലസ് ബി മൈനസ് സിയും അതുപോലെ തന്നെ എ പ്ലസ് ബി മൈനസ് സിയും എന്താണ്, ഈക്വൽ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വെരിഫൈ ചെയ്തു, എ പ്ലസ് ബി മൈനസ് സി = എ പ്ലസ് ബി മൈനസ് സി എന്ന്. 5th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
നമുക്ക് മാട്രിക്സ് എ തന്നിട്ടുണ്ട്, മാട്രിക്സ് ബിയും തന്നിട്ടുണ്ട്. ഇത് വെച്ച് 3a - 5b ചെയ്യാനാണ് പറയുന്നത്. ഈസി അല്ലേ? എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ മാട്രിക്സ് എനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മാട്രിക്സ് ബീനെ എന്ത് ചെയ്യുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മാട്രിക്സ് എനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മാട്രിക്സ് ബീനെ എന്ത് ചെയ്യുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ 3a നിന്ന് 5b എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, അതായത് മൈനസ് ചെയ്യുക. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. നമുക്കറിയാം 3 × 2/3 എന്താണ്, 2 ആണ്. 3 × 1 എന്താണ്, 3 ആണ്. 3 × 5/3 എന്താണ്, 5. 3 × 1/3 എന്ന് പറഞ്ഞാൽ 1. 3 × 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. 3 × 4/3 എന്ന് പറഞ്ഞാൽ എന്താണ്, 4. 3 × 7/3 എന്ന് പറഞ്ഞാൽ 7. 3 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. 3 × 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്, 2. 5 × 2/5 എന്താണ്, 2. 5 × 3/5 എന്താണ്, 3. 5 × 1 5. 5 × 1/5 1. 5 × 2/5 2. 5 × 4/5 4. 5 × 7/5 7. 5 × 6/5 6. 5 × 2/5 2. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, 2 - 2 0. 3 - 3 0. 5 - 5 0. 1 - 1 0. 2 - 2 0. 4 - 4 0. 7 - 7 0. 6 - 6 0. 2 - 2 0. ഈസി അല്ലേ? ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് തന്നെയാണ്. നേരത്തെ നമ്മളൊരു നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ ഇവിടെ കോസ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അതായത് കോസ് ഇൻറ്റു കോസ് എന്താണ്, കോസ് സ്ക്വയർ. കോസ് ഇൻറ്റു സൈൻ, കോസ് തീറ്റ സൈൻ തീറ്റ. കോസ് ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. കോസ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് സ്ക്വയർ തീറ്റ. സൈൻ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, അതായത് സൈൻ സ്ക്വയർ തീറ്റ. ഈ രീതിയിൽ നമുക്ക് കിട്ടും. നമുക്കറിയാം ഇനി അടുത്ത എന്താണ്, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതെന്ത് കിട്ടും, കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. നമുക്കിതെന്താണ്, 0 കിട്ടും. ഇതും 0 കിട്ടും. നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്, 1. അപ്പോൾ 1 0 0 1 ആൻസർ കിട്ടും. 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സും ഫൈയും കാണാനാണ് പറയുന്നത്. 2 ക്വസ്റ്റ്യൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 7025 എക്സ് മൈനസ് വൈ 3003 ആണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x പ്ലസ് 3y 2340. 3x പ്ലസ് 2y എന്ന് പറയുന്നത് എന്താണ്, 2 -2 -1 5. ഇതെങ്ങനെ നമ്മൾ ചെയ്യാം? അതായത് ഇതെന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സോ വൈയോ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്യാം. ഇപ്പം നമുക്ക് എന്താണ്, ഇവിടെ വൈ എന്താണ് പോസിറ്റീവാണ്, ഇവിടെ വൈ എന്താണ് നെഗറ്റീവാണ്. അപ്പോൾ ഇത് ക്യാൻസലായി പോകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അഡിഷൻ ചെയ്ത് നോക്കുക. അഡിഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക. നിങ്ങൾ അഡിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ആ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സെയിം രീതി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് 2x പ്ലസ് 3y ആണുള്ളത്.
ഇവിടെ 3x പ്ലസ് 2y ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അത് എന്നിട്ട് വൈൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈസി അല്ലേ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ. അതായത് നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്താണ്, ഇതാണ്. എക്സ് മൈനസ് വൈ എന്താണ്, ഇതാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 2x കിട്ടും. പിന്നെ എന്താണ് 10 കിട്ടും, 0, 2, 8. നമ്മൾ എന്താണ്, ഇത് 2x ആണ്. എക്സിൻ്റെ വാല്യൂ കാണുക എന്താണ് 1/2 ഈ മെട്രിക്സ്. അപ്പോൾ എന്താണ് 10/2 എന്താണ് 5, 0, 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2, 1, 8/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈയിൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടൂലേ. അപ്പോൾ ഇത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് വരും, സബ്സ്ട്രാക്ഷൻ സംഭവിക്കും. അതായത് 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എന്താണ് 2 കിട്ടും. 0ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 0, 2 മൈനസ് 1 എന്താണ് 1, 5 മൈനസ് 4 എന്താണ് 1. സിമ്പിൾ അല്ലേ? അടുത്ത എങ്ങനെയായിരിക്കും, അടുത്ത ക്വസ്റ്റ്യൻ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ആദ്യം നമ്മൾ ഈ 2 കണ്ടീഷൻസും ഇക്വേഷൻ 3യും ഇക്വേഷൻ 4 ആയിട്ട് എടുക്കാം. അതിൻ്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യത്തെ ഇക്വേഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് എന്താ ഇവിടെ കിട്ടുക, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സമയത്ത് എന്താണ് 4x പ്ലസ് 6y വരും. ഇവിടെ എന്താണ് 9x പ്ലസ് 6y വരും. അപ്പോൾ ഇത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക, എന്നിട്ട് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, ഈ രീതിയിലാണ് കിട്ടുക. അതായത് 4x പ്ലസ് 6y എന്താണ് 2 × 2 4, 2 × 3 6, 2 × 4 എന്ന് പറഞ്ഞാൽ 8, 2 × 0 എന്ന് പറഞ്ഞാൽ 0. അത് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എടുക്കുക. അടുത്തത് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ കിട്ടുക, 3 × 3x എന്താണ് 9x പ്ലസ് 3 × 2y എന്താണ് 6y പ്ലസ് 6y, 2 × 3 എന്താണ് 6, 3 × -2 എന്താണ് -6, 3 × -1 എന്താണ് -3, 3 × 5 എന്താണ് 15. അത് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എന്താണ് 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ, ആ ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കിട്ടിയ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 4 - 6, 6 - -6, 8 - -3, 0 - 15. ഇവിടെ എന്താണ് 6ഉം 6ഉം ക്യാൻസൽ ആയിപ്പോൾ 4x നിന്ന് 9x സബ്ട്രാക്ട് ചെയ്താൽ എന്താണ് -5x കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, 1/5 ഈ മെട്രിക്സ്. അതായത് -2, 1/5 -2, 12, 11, -15. അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് കിട്ടുക, 2/5 -2/5 -12/5 -11/5 3 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഈ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വൈൻ്റെ വാല്യൂ കാണാം. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷന്. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സിൻ്റെ വാല്യൂ കൊടുത്തു. എക്സിൻ്റെ വാല്യൂ കൊടുത്ത സമയത്ത് നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്, 2 × 2/5 എന്താണ് 4/5, 2 × -12/5 എന്ന് പറയുന്നത് -12/5 -24/5, 2 × -11/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -22/5, 2 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 6,
പ്ലസ് 3y അതുപോലെ തന്നെ എഴുതുക. പിന്നെ നമുക്ക് ഈക്വൽ ടു ഈ മെട്രിക്സ് അല്ല തന്നിരിക്കുന്നത്, അതും അതുപോലെ തന്നെ എഴുതുക 2 3 4 0. അപ്പം എന്താണ് ഈ മെട്രിക്സ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ സബ്സ്ട്രാക്ഷൻ. അപ്പം 2ൽ നിന്ന് 4/5 സബ്സ്ട്രാക്ട് ചെയ്യുക, 3ൽ നിന്ന് -24/5 സബ്സ്ട്രാക്ട് ചെയ്യുക, 4ൽ നിന്ന് -22/5 സബ്സ്ട്രാക്ട് ചെയ്യുക, 0ൽ നിന്ന് -6 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ ആൻസറാണ് കിട്ടുക. അതായത് 6/5, 39/5, 42/5 -6. അപ്പോൾ y എങ്ങനെയാണ് കാണുക? ഈ 3നെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താണ് ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 1/3, 6/5, 39/5, 42/5 -16 -6. അപ്പം എന്താണ് ഈ 1/2 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2/5, 13/5, 14/5 -2 എന്ന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.